എപ്പൊ തിരിച്ചു പോകുമെന്നറിയില്ല, ബട്ട് നിവിൻ പോളി ഈസ് ബാക്ക് അഗെയിൻ. ആമസോണിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു ലൈറ്റ് വാങ്ങി. ഒരു നല്ല വെളിച്ചം തരുന്ന ഒരു ലൈറ്റ് അല്ല, പക്ഷെ നല്ല ആ വാളിനൊക്കെ ഒരു ഭംഗി കൊടുക്കുന്ന ഒരു ലൈറ്റാണ്. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ എന്റെ ലിങ്ക് ഞാൻ ക്യാപ്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അപ്പൊ നമ്മൾ സിനിമയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ഈ കൂടെ പിന്നെ വിസ്മയ തുമ്പത്ത് അങ്ങനത്തെ സിനിമകളിലൊക്കെ കണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു പ്രതിഭാസമുണ്ട്. അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ്, ഒരു ഗോസ്റ്റ് കോൺസെപ്റ്റ് വെച്ചിട്ട് ഒരു ഫീൽ ഗുഡ്, എന്താ പറയാ, നമ്മുടെ നാട്ടിലെ കുറച്ച് ചെറിയ ആ ഒരു നേച്ചറും പിന്നെ ആ ഒരു ഗ്രീനറി ഒക്കെ കാണിച്ചുകൊണ്ട് നല്ലൊരു ഒരു ഒരു ഗുഡ് വൈബിലുള്ള ഒരു സിനിമ എടുത്താൽ എങ്ങനെയാണ്? അതാണ് സർവമായ എന്നൊരു സിനിമ. വ്യത്യസ്ത ആയിട്ടുള്ള ഒരു പൂജാരി. അപ്പൊ അദ്ദേഹം ഒരു വീട്ടിൽ ബാധ ഒഴിപ്പിക്കാൻ പോകുന്നതും ആ ഒരു ബാധ തന്റെ കൂടെ കൂടുന്നതുമാണ് ഈ ഒരു സിനിമയിലെ ചെറിയൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ബാധ അല്ലെങ്കിൽ ഈ പ്രേതം എന്ന് പറയുന്നത് ഒരു പൂക്കി പ്രേതമാണ്. അതായത് നമ്മളെല്ലാവരും ആഗ്രഹിക്കില്ലേ, നമ്മുടെ കൂടെ ഒരു യക്ഷി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കൊറിയൻ ഫേസ് ഒക്കെ ഉള്ള ഒരു പൂക്കി ആയിട്ടുള്ള ഒരു ഗേൾ, അല്ലെങ്കിൽ ഒരു ന്യൂ ജെൻ ഗേൾ, ഒരു 2K ഗേൾ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പെൺകുട്ടി, റിയ ഷിബു എന്നൊരു ക്യാരക്ടറാണ്, ഒരു ലേഡിയാണ് ഈ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചത്. വീരധീര ശൂര എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു കോ പ്രൊഡ്യൂസറാണ് ഈ ഒരു ലേഡി. ശരിക്കും അവർ തമ്മിലുള്ള ഒരു കോംബോ, അജു വർഗീസ് നിവിൻ പോളി തമ്മിലുള്ള ഒരു കോംബോ, അത് ആണ് ഈ ഒരു സിനിമയിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് എനിക്ക് തോന്നി. ഗോദ സിനിമയിലൊക്കെ നാട്ടിലേക്ക് ആ ഒരു പെൺകുട്ടി വരുന്ന സമയത്ത് അവൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, എന്താ പറയാ, നല്ലൊരു രസത്തിൽ ഭയങ്കര റിലീഫ് ചെയ്തിട്ട് ഒരുപാട് കാലമായി നമ്മൾ അത്തരത്തിലുള്ള ഒരു ഫീൽ ഗുഡ് സിനിമ കണ്ടിട്ട് ഫാമിലി ആയിട്ടും കുട്ടികളായിട്ടും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമയാണ് സർവമായ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. നിവിൻ പോളിയുടെ നമ്മൾ കണ്ട് ശീലിച്ച അദ്ദേഹത്തിന്റെ കുറെ മാനറിസങ്ങൾ, അദ്ദേഹത്തിന്റെ ഒരു ആക്ടിങ്, എന്താ പറയാ, രസമായിട്ട് നമ്മൾ വടക്കൻ സെൽഫിയിലും തട്ടത്തിൻ മറയത്തിലൊക്കെ നമ്മൾ മിസ് ചെയ്തിരുന്ന ഒരു നിവിൻ പോളി ഇല്ലേ, ആ ഒരു നിവിൻ പോളിയുടെ ഒരു പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സിനിമയുടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. മലയാളം ഫീൽ ഗുഡ് സിനിമകളുടെ തമ്പുരാനായിട്ടുള്ള സത്യൻ അന്തിക്കാട് സാറിന്റെ മകൻ ആണ് ഈ ഒരു സിനിമയുടെ ഡയറക്ടർ. അച്ഛനെ പറയിപ്പിക്കാത്ത രീതിയിലുള്ള ഇനിയും പുതിയ കാലത്തെ ഫീൽ ഗുഡ് സിനിമകൾ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നല്ല സിനിമ, നല്ല ഡയറക്ഷൻ, നല്ല ഡയലോഗുകൾ, നമുക്ക് ഇഷ്ടം തോന്നുന്ന, നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന കുറെ ഈഗോ ഉണ്ട്. നമ്മളൊരു 30 കഴിഞ്ഞ അല്ലെങ്കിൽ 35 കഴിഞ്ഞ കുറെ ആളുകൾക്ക് ഉണ്ടാകുന്ന കുറച്ച് ഈഗോകളും കുറച്ച് പ്രശ്നങ്ങളും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന കുറച്ച് അഹങ്കാരങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഈ ഒരു സിനിമയുടെ ഒരു ചില ഡയലോഗുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു ഒരു ഒരു സുഖം തോന്നും. അത്തരത്തിലുള്ള ഒരു നല്ലൊരു ഫീൽ ഗുഡ് ഗോസ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോമഡി ഫീൽ ഗുഡ് സിനിമയാണ് സർവമായ എന്നൊരു സിനിമ. ഗോസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ഞെട്ടിക്കല്, പേടിപ്പിക്കുക, സ്കെയറി സീനുകൾ, ജംപ് സ്കെയർ സീനുകൾ അങ്ങനത്തെ ഒന്നുമില്ല. ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു പ്രേതം നമ്മുടെ കൂടി എങ്ങനെ ഉണ്ടാവും, അതാണ് ഈ ഒരു സിനിമയുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പോർഷൻ. ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ ഫാമിലി ആയിട്ട് തിയേറ്ററിൽ നിന്ന് ആഘോഷിക്കാൻ പറ്റുന്നവർക്ക് ചൂസ് ചെയ്യാവുന്ന നല്ലൊരു ഫീൽ ഗുഡ് സിനിമയാണ് സർവമായ. കണ്ടു നോക്കുക.